മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശാന്തകുമാർ, നമ്മൾ നേരത്തെ മഴ സാഹചര്യം സംസാരിച്ചു, പക്ഷേ മിനിറ്റുകൾക്കിപ്പുറം ആ സാഹചര്യം മാറി ഇടിമിന്നലേറ്റ് 4 മരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു 5 മണിയോട് കൂടിയാണ് ഇടിമിന്നലുണ്ടാവുന്നത്. മലപ്പുറം മങ്കടയിൽ ഈ വെള്ളില എന്ന് പറയുന്ന സാധനം, വെള്ളില കൊരങ്ങൻ ചോല എന്ന് പറയുന്ന അതൊരു വ്യൂ പോയിന്റ് ആണ്. ഈ വൈകുന്നേരങ്ങളിൽ ആളുകളെല്ലാം വരുന്ന ഒരു ഇടം കൂടിയാണ്, കുറച്ച് ഉയർന്ന പ്രദേശമാണ്. അവിടേക്ക് വന്നവരാണ്, വിനോദസഞ്ചാരികൾ എന്ന രീതിയിൽ വന്നവരാണ് ഇപ്പോൾ ഈ ഇടിമിന്നലേറ്റ എന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഇവർ ആരാണെന്നുള്ളതും വ്യക്തമായി അറിയാൻ നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചു വരികയാണ്. എന്തായാലും 4 പേര് മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. 6 പേരാണ് അവരുണ്ടായിരുന്നത്. 6 പേർക്കും മിന്നൽ ഏറ്റിരുന്നു. അതിൽ 2 പേരെ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 പേരുടെ മൃതദേഹവും ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിലേക്ക് ഉടനെ എത്തിച്ചത്. ഈ സ്ഥലം ഒരു ഉയർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ വൈകുന്നേരങ്ങളിലെല്ലാം ഇവിടേക്ക് കാണാനായി വരാറുണ്ട്. അങ്ങനെ വന്ന ആളുകളാണ് ഈ ഇടിമിന്നൽ ഏൽക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 6 പേരും അവിടെ തന്നെ ബോധരഹിതരായി വീഴുകയും പിന്നീട് നാട്ടുകാർ തന്നെ ഓടിയെത്തി ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. അതിനകത്ത് ആശുപത്രിയിലേക്ക് പോകുന്ന വഴി തന്നെ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് 2 പേരും കൂടി മരണം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മൊത്തം 4 പേരാണ് ഇപ്പോൾ ഇടിമിന്നലേറ്റ് മരിച്ചിരിക്കുന്നത്. സേതു, ശാന്തകുമാർ, ഇപ്പോ ജില്ലയിലെ മഴ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോഴും ഇടിയും മിന്നലും ഒക്കെ തുടരുന്നുണ്ടോ? മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലയിടങ്ങളിലും ഒരു 4 മണിക്കും 5:30 മണിക്കും ഇടയിലായി ശക്തമായ കാറ്റും ഇടിയും ഉണ്ടായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ മങ്കടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ മഴയുടെ ശക്തി കാര്യമായി ഇല്ല എങ്കിലും അതിനിടയിൽ ഒരു 5 മണിയോട് കൂടി ഉണ്ടായ ഒരു സംഭവമാണ് ഈ ശക്തമായ ഇടിമിന്നൽ. അതിനിടയിലാണ് ഈ ജില്ലയില് പ്രത്യേക ജാഗ്രത നിർദ്ദേശം എന്തെങ്കിലും പുറപ്പെടുവിച്ചിട്ടുണ്ടോ? കാരണം 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സമയമാണല്ലോ. ഔദ്യോഗികമായി അത്തരം അറിയിപ്പുകൾ ഇന്ന് കാര്യമായി ഉണ്ടായിരുന്നില്ല. സാധാരണ കാലാവസ്ഥാ പ്രവചനത്തിൽ അറിയുന്ന പതിവ് രീതിയിലുള്ള അറിയിപ്പുകൾ മാത്രമാണ് നൽകിയിരുന്നത്. ഇത്ര ശക്തമായ കാറ്റോ മഴയോ ഉണ്ടാവും എന്നുള്ളതോ ഇല്ലെങ്കിൽ ഒരു ജാഗ്രത പാലിക്കണമെന്നുള്ള കൃത്യമായ അറിയിപ്പുകളൊന്നും, അത്ര ജാഗ്രതയോട് കൂടിയുള്ള അറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷം തന്നെ ആകെ കാർമേഘം നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. പിന്നീട് ഒരു 4 മണിയോട് കൂടിയാണ് മഴയും ആരംഭിച്ചത്. ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഈ മലയോര മേഖലയിലാണ് ഇപ്പോൾ ഈ നാശനഷ്ടം കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു സ്കൂളിന്റെ മേൽക്കൂര കാറ്റിൽ പാറിപ്പോയത്. സമാനമായ രീതി തന്നെയാണ്. അതിന് ഏകദേശം അടുത്ത് തന്നെയാണ് ഈ മങ്കടയിലാണ് ഇപ്പോൾ ശക്തമായ ഇടിമിന്നലിൽ 4 പേരുടെ ജീവനും നഷ്ടപ്പെട്ടിരിക്കുന്നത്. സേതു, നേരത്തെ ശാന്തകുമാർ പറയുന്നുണ്ടായിരുന്നു ഇതിപ്പം ഈ വിനോദസഞ്ചാരികളൊക്കെ വരുന്ന ഒരു സ്ഥലം, വിനോദസഞ്ചാരികളും നാട്ടുകാരും ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണ് എന്ന്. അപ്പം 6 പേരുണ്ടായിരുന്നു. ഇപ്പം ഇതല്ലാതെ മറ്റാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? അവിടെ ഈ രക്ഷാപ്രവർത്തകർക്കൊക്കെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഈ അപകടം സംഭവിച്ച സ്ഥലത്തു നിന്നും നാട്ടുകാർ തന്നെ ഇവരെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നും മങ്കടയിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത്. അതിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഇടയ്ക്ക് തന്നെ 2 പേരുടെ മരണം സംഭവിച്ചതെന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ പറയുന്നത്. ആശുപത്രിയിൽ എത്തിയിട്ടാണ് ശേഷിക്കുന്ന 2 പേരുടെ മരണവും സ്ഥിരീകരിച്ചത്. 6 പേരാണ് ഉണ്ടായത്. അവരൊരു സംഘമായി വന്നതായിരുന്നു. ഉദ്യോഗസ്ഥരാരും എത്തിയിട്ടില്ല ഇതുവരെ. ഇല്ല, അവിടെ ആ സംഭവ സ്ഥലത്തേക്ക് ഇതുവരെയായിട്ട് മറ്റു ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. ആശുപത്രിയിൽ ഇവരുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസും അതുപോലെ തന്നെ ഔദ്യോഗിക സംവിധാനവും എല്ലാം. എന്തായാലും ഈ മരണം ആരാണ് മരിച്ചത് എന്നുള്ളത്, ഇവർ എവിടെയുള്ളവരാണ് ഇല്ലെങ്കിൽ ഇവരുടെ അഡ്രസ്സ് എന്താണ് എന്നുള്ളത് കൃത്യമായി പോലീസിനും കൃത്യമായി മനസ്സിലായിട്ടില്ല. അവ എന്തായാലും പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ പോലീസും ചെയ്യുന്നത്. മലയാളികൾ തന്നെയാണോ ശാന്തകുമാർ? തീർച്ചയായും അവർ മലയാളികൾ തന്നെയാണ്. ഈ യുവാക്കളാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. ഇവർ വന്ന വാഹനവും മറ്റുള്ളതിന്റെയും എല്ലാ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസും നടത്തുന്നത്. എന്തായാലും ഔദ്യോഗികമായ ഒരു ഇവരുടെ അഡ്രസ് ലഭ്യമാകുന്നതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസും ഉള്ളത്. അത് എങ്കിൽ മാത്രമേ ഇവർ എവിടെ നിന്ന് എത്തിയതാണ്, എപ്പോഴാണ് അവിടേക്ക് എത്തിയതെന്നുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും നാട്ടുകാർ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ ഈ ഇടിമിന്നലേറ്റ് ഇവർ ബോധരഹിതരായി വീണപ്പോൾ ഉടൻ തന്നെ നാട്ടുകാർ തന്നെയാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അതിൽ 2 പേരെ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ ആശുപത്രിയിൽ തുടരുകയുമാണ്. ഇത് ഒരു ഹിൽ ഏരിയ എങ്ങനെയാണോ ശാന്തകുമാർ ഇപ്പം ഈ അപകടം ഉണ്ടായ സ്ഥലം?
വലിയ ഒരു കുന്നിൻ പ്രദേശമല്ല. പക്ഷേ വൈകുന്നേരങ്ങളിലെല്ലാം നമുക്കറിയാം നാട്ടിൻപുറങ്ങളിലെല്ലാം അത്തരം ഇടങ്ങളുണ്ട്. അങ്ങനെ അത്തരം ഒരു ഇടമാണ് ഈ മങ്കടയിലെ വെള്ളില എന്ന് പറയുന്ന ഈ കുരങ്ങൻചോല എന്ന് പറയുന്ന ഭാഗം. ഒരു ഒരു ഉയർന്ന പ്രദേശമാണ്. അവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ തന്നെ ആ പ്രദേശം മുഴുവൻ കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു 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 പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. അപ്പോൾ അവിടെ വൈകുന്നേരങ്ങളിലെല്ലാം ആളുകൾ വരാറുണ്ട്. കുടുംബസമേതം വരുന്ന ഒരു ഇടം തന്നെയാണ്. അങ്ങനെ വന്ന് എത്തിയ അങ്ങനെ എത്തിയത് തന്നെയായിരുന്നു ഇന്ന് നിരവധി പേർ. അതിനകത്ത് ആണ് 6 പേർക്കാണ് ഇവർ ഒരേ സംഘത്തിൽപ്പെട്ടവരാണ് ഈ 6 പേരും എന്ന് അറിയുന്നത്. ഇവർ യുവാക്കളാണെന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവർ വന്നപ്പോൾ അപ്പോഴാണ് ഇടിമിന്നൽ ഏൽക്കുന്നത്. ഇവർക്ക് മാത്രമാണ് ഇടിമിന്നൽ ഏൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവരെ എല്ലാവരെയും 6 പേരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അതിനകത്ത് 2 പേർ ആശുപത്രി കൊണ്ടുപോകുന്നതിനിടെ തന്നെ അവരുടെ മരണവും സംഭവിച്ചിരുന്നു. 2 പേർ ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് മരണം സ്ഥിരീകരിക്കുന്നത്. 2 പേർ ഇപ്പോൾ മഞ്ചേരി ആശുപത്രിയിൽ തന്നെ ചികിത്സയിലും തുടരുകയാണ്. എന്തായാലും 4 പേരുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സേതു, ശരി ശാന്തകുമാർ, ഏറ്റവും ദുഃഖകരവും അതേപോലെ തന്നെ ആശങ്കാജനകവുമായ വാർത്തയാണ് മലപ്പുറത്ത് നിന്നും പുറത്തു വരുന്നത്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്.